ലൈംഗിക കേളികളുടെ കാര്യത്തിൽ ഇന്ത്യൻ ദമ്പതിമാർ ഏറെ പിന്നിലാണോ വിദേശീയരെ അപേക്ഷിച്ച് എന്നാണ് ചോദ്യം. ഒരിക്കൽ ഓഷോ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവനെ, ഈ ലോകം അവസാനിക്കുവാൻ ഇനി 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കരുതുക, നിങ്ങൾ എന്തായിരിക്കും ജീവിതത്തിൽ ചെയ്യുക? അദ്ദേഹം ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സംശയമെന്ത്, ഞാൻ നീയുമായിട്ട് ലൈംഗിക കേളികളിൽ ഏർപ്പെടും. പെടുന്നതിന് തന്നെ വൈഫിൻ്റെ മറുപടി, അപ്പം ബാക്കി 58 മിനിറ്റ് എന്ത് ചെയ്യും എന്നാണ്. അതായത് കേരളീയരുടെ ലൈംഗിക കേളികൾ വളരെ ശുഷ്കമായ സമയം മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ എന്നൊരു ഖ്യാതി പലപ്പോഴും കേൾക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളം പിറവത്തിൻ്റെ ആ ഭാഗത്തുള്ള ഒരു ഭാര്യ എന്നെ കാണാൻ വേണ്ടി വന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ആവശ്യമാണ് ഞെട്ടിപ്പോയത്. ഭർത്താവിനെ കുറിച്ചുള്ള ഒരു വലിയ പരാതി. ഭർത്താവ് ഒരു വലിയ ജിംനേഷ്യത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ജിമ്മറാണ്, ഭയങ്കര ആരോഗ്യമുള്ളതാണ്, മസിൽസൊക്കെ പെരുമിച്ചിരിക്കുന്ന ആളാണ്. ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പവും. എല്ലാ രാത്രികളിലും ഭാര്യ ഒരു ടൂളായിട്ട് മാറുകയാണ്. ഇദ്ദേഹത്തിൻ്റെ എന്തോ ആവേശം തീർക്കുവാനുള്ള അദ്ദേഹത്തിന് ഒരു ഉപകരണമായിട്ട് ഭാര്യ മാറുകയാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെയിൻഫുള്ളായിട്ട് ഒരു പരിപാടിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വിവാഹമോചനത്തിനായിട്ട് കേസ് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ക്രൂവൽറ്റിയാണ് ഗ്രൗണ്ടായിട്ട് അവർ പറയുന്നത്. നമ്മുടെ പല പുരുഷന്മാരുടെയും വിചാരം ഭാര്യ എന്നാൽ തൻ്റെ ശക്തി തെളിയിക്കുവാനുള്ള ഒരു ഉപകരണമാണെന്നാണ്. ഭാര്യമാരും ഇങ്ങനെയുള്ളവരുണ്ട്. ഭർത്താവ് എന്നാൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഒരു ടൂളാണെന്ന് വിശ്വസിക്കുന്ന ഭാര്യമാരും കുറച്ച് വിഭാഗമുണ്ട്. പക്ഷേ ഏറിയ പങ്കും പുരുഷന്മാരിതാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ നിറം പിടിപ്പിച്ച കഥകൾ ആദ്യരാത്രിയെക്കുറിച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കും. പലപ്പോഴും ഇവരുടെ ലൈംഗിക ഉപദേശകർ കൂട്ടുകാരായിരിക്കും. കൂട്ടുകാർ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും, ആദ്യ രാത്രിയിൽ തന്നെ നീ നിൻ്റെ കഴിവ് തെളിയിക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിന്നോടുള്ള മതിപ്പ് കുറയും. കഴിവ് തെളിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബലാത്കാരമായിട്ട് സെക്സ് ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന കുറേയേറെ പുരുഷന്മാരുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസത്തിനൊരു വലിയ കുറവ് നമ്മുടെ നാട്ടിൽ അന്നും ഇന്നുമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ നമുക്കറിയാം, ശ്രീനിവാസന്റെ കഥാപാത്രം ഇന്നസെന്റ് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കണക്കുള്ള ഉപദേശങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ആദ്യ രാത്രിയിൽ തന്നെ ചോര കാണണം എന്ന് ചിന്തിക്കുന്ന, ഇതൊരു പടക്കളമാണെന്ന് ചിന്തിക്കുന്ന കുറേയേറെ ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ ഇഷ്ടം നോക്കാതെ, ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കാതെ സെക്സ് ഒരു മൊണോട്ടണിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്താണ് ഓർഗാസം എന്നും എന്താണ് ഫോർപ്ലേ എന്നും അറിയാത്ത കുറേയേറെ ദമ്പതിമാർ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത് ഈ കാര്യങ്ങളാണെന്ന് എന്നുള്ളതാണ് സത്യം. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ പ്രശ്നം? ഒരു സ്നേഹവുമില്ലാത്ത മനുഷ്യനാണ്. എപ്പോൾ നോക്കിയാലും ഈ ജിമ്മിൻ്റെ ഡമ്പലും എടുത്തുകൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ ഡമ്പലൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ഒരു ഡമ്പലാക്കും. അദ്ദേഹത്തിൻ്റെ പവർ തെളിയിക്കുവാനാണ് ശ്രമം. എന്നെ എടുത്ത് ഉയർത്തുക, എൻ്റെ താഴേക്കിടുക. അതിനുശേഷം സെക്സ് എന്നാൽ എന്തോ വലിയ ആക്രമണമെന്നാണ് പുള്ളി വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഒരു നല്ല വാക്കും സ്നേഹത്തോടെ പറയുകയില്ല. ആവശ്യത്തിന് ലാസ്റ്റ് തോന്നുമ്പോൾ മാത്രം വന്ന് സെക്സ് ചെയ്തിട്ട് പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മാത്രമേ അയാളെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. പൊതുവേ പറയപ്പെട്ടൊരു കാര്യമാണ്, ഈ സ്ത്രീകൾക്ക് പാട്ടുകാരോടും ഈ തമാശ പറയുന്നവരോടൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലാണെന്നാണ്. അതായത് ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടുവാൻ ജിമ്മനോ അല്ലെങ്കിൽ ഭയങ്കര ശരീരമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. അവരോട് സന്തോഷപൂർവ്വം സംസാരിക്കുന്ന, കെയറായിട്ട് സംസാരിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, തമാശകൾ പറയുന്ന ഒരു നല്ല ഇണയാണ് എല്ലാ ഭാര്യമാരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. തിരിച്ച് പുരുഷന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ ഇഷ്ടത്തിനൊത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്ന, മനസ്സിലാക്കുന്ന ആൾക്കാരെയാണ് പരസ്പരം പോകുക. അവിടെയാണ് അഫെക്ഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത്. പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളിലും അഫെക്ഷൻ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സെക്സ് എന്ന് പറയുന്നത് നിറം പിടിപ്പിച്ച കഥകളില്ല. ആദ്യ രാത്രിയിൽ തന്നെ അപരിചിതയായ ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി അവളിലേക്ക് നിങ്ങളുടെ രേതസ് ചൊരിയുക എന്നുള്ളതല്ല കുടുംബ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ സെക്സിൻ്റെ പ്രധാന ഉദ്ദേശം. ഫോർപ്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് പ്ലേ ആണെന്ന് ചോദിക്കുന്നവരാണ് അധികം ആൾക്കാരും. എന്താണ് ഫോർപ്ലേ എന്ന് പോലും പലർക്കും അറിയില്ല. പലരുടെയും വിചാരം 2 സെക്കൻഡുകൾ കൊണ്ട് പരസ്പരം അങ്ങോട്ട് ഒത്തുകൂടി തീർക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് സെക്സ് എന്നാണ്. സത്യത്തിൽ ഇജാക്കുലേഷൻ, രതിമൂർച്ചയൊന്നുമല്ല സെക്സ് എന്ന് പറയപ്പെടുന്നത്. അതിനുമപ്പുറം പരസ്പരമുള്ള പല്ലാണ്ടകൾ, സ്നേഹം, പരസ്പരം പങ്കുവെക്കലുകൾ, കാര്യങ്ങൾ പറച്ചിലുകൾ, ഇതിൻ്റെയൊക്കെ മൂടുകൾ, അതൊക്കെ ശരീരത്തിന് പല്ലാളിച്ചും സ്നേഹിച്ചുമൊക്കെ മുന്നോട്ട് പോകേണ്ട രസകരമായ ഒരു കർമ്മമാണ് ഈ ലൈംഗിക പ്രക്രിയ എന്ന് മനസ്സിലാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മതപരമായിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ വിവാഹത്തിന് മുമ്പായിട്ട് നടക്കാറുണ്ട്.
വ്യത്യസ്തമായ മതങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്. പലപ്പോഴും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുരോഹിതന്മാരൊക്കെ ആയിരിക്കാം സെക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുക. സെക്സിനെ കുറിച്ച് അറിയാത്തവർ സെക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കാം. കരയ്ക്കിലും നീന്ത് പഠിക്കുന്ന പോലെ ആയിരിക്കാം പലപ്പോഴും സംഭവിക്കുക. സെക്സ് എന്ന് പറയുന്നത് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും പ്രണയിച്ചും മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ദമ്പതികൾ മനസ്സിലാക്കുന്നിടത്ത് തന്നെ അവർക്കിടയിൽ അഫക്ഷനും സ്നേഹവും ഒക്കെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ചെയ്യേണ്ട ഒരു സംഭവമല്ല. അങ്ങനെ ആവുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇണയ്ക്ക് നിങ്ങളെക്കുറിച്ച് ഭയമുണ്ടാകും. പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു ലൂബ്രിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പതുക്കെ നിങ്ങൾ നകന്നു തുടങ്ങും. അത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളായി തുടങ്ങും. എന്തിനും ഏതിനും പിന്നെ വഴക്കായി തുടങ്ങും. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നല്ല കൗൺസിലറെ നിങ്ങൾ കാണേണ്ടതാണ്. ലൈംഗികമായിട്ടും ഒരു സെക്സോളജിസ്റ്റിനെ കാണേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സമയം എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളുണ്ട്. വലിയ ലിംഗമുള്ളവർ അല്ലെങ്കിൽ വലിയ യോനിയുള്ളവരൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല സത്യം. നിങ്ങളുടെ ലിംഗമോ നിങ്ങളുടെ യോനിയുടെയോ വലിപ്പ ചെറുപ്പത്തിലല്ല നിങ്ങളുടെ സ്നേഹം ഇരിക്കുന്നത്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ലിംഗത്തെയും യോനിയും ഒക്കെ സ്വീകരിക്കാവുന്ന രീതിയിലാണെന്ന് ഓർക്കുക. പക്ഷേ ഇതിനൊക്കെ പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങൾക്കിടയിലുള്ള ഇഷ്ടമാണ്, അഫക്ഷനാണ്. ചില ആൾക്കാരെങ്കിലും ഈ പണമൊക്കെ കൊടുത്ത് പുറത്ത് സെക്സിന് പോയിട്ടുള്ളവരുണ്ടാവും. അവരെ സംബന്ധിച്ചുള്ള പണം കൊടുത്ത ശേഷം ആ പണം മുതലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ സ്ത്രീകളുടെ മുകളിൽ നടന്നുണ്ടാവാം. പ്രൊഫഷണലായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ സ്വന്തം ഭാര്യ അങ്ങനെ ഒരാളാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. ഭാര്യ അങ്ങനെ ഒരാളല്ല. അവർക്ക് ആവശ്യം പ്രണയമാണ്, ഇഷ്ടമാണ്, കെയറാണ്, സ്നേഹമാണ്. അവർക്ക് പരിലാളനാണ് ആവശ്യം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഏറ്റവും നല്ല ലൈംഗിക കർമ്മം ഉടലെടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം വേണമെന്ന്. സത്യത്തിൽ എത്ര കുട്ടികൾക്ക് ഗുഡ് ടച്ച് എന്ത് ബാഡ് ടച്ച് എന്തെന്നറിയില്ല. പലപ്പോഴും ഇപ്പോഴത്തെ പല കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് പ്രേമവും ഈ ലസ്റ്റും ലവും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ്. ആ കാഴ്ചപ്പാടൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു സംസ്കാരം വെച്ചിട്ട് മാതാപിതാക്കൾക്ക് കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പലപ്പോഴും കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് ഇൻഫർമേഷൻസിൽ കിട്ടുന്നത് സുഹൃത്തുക്കളും സീനിയേഴ്സിൽ നിന്നും കിട്ടായിരിക്കാം. അപ്പോൾ കൃത്യമായ കാലഘട്ടങ്ങളിൽ അവരുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് കുടുംബബന്ധം എന്താണ്, സെക്സ് എന്താണ്, അതിൻ്റെ ഫോർപ്ലേ എന്താണ്, ഇജാക്കുലേഷൻ എന്താണ്, രതിമൂർച്ച എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ ഒരാളെ കണ്ടെത്തേണ്ടത്, ഒരു കൗൺസിലറെ കണ്ടെത്തേണ്ടത് ഓരോ അച്ഛനമ്മമാരുടെയും കടമയാണ്. എത്രയോ ആദ്യരാത്രികളിലാണ് വളരെ പീഡനപരമായിട്ടുള്ള അവസ്ഥകളുണ്ടായിട്ടുള്ള പല ബന്ധങ്ങളും അവിടെ തന്നെ തീരുന്ന അവസ്ഥയുണ്ട്. ചുരുക്കം ചില സ്ത്രീകളും ഇതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ തന്നെ ഭർത്താവ് നല്ലൊരു ടൂളാണെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളും കുറേ ഏറെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ കുടുംബബന്ധങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് അറിവുകൾ ഇപ്പോൾ ഒരുപാട് അറിവുകളുണ്ട്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ പോൺ സൈറ്റുകളിൽ കയറി കാണുന്ന അറിവുകളല്ല അറിവെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതൊക്കെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണത്തിനായി ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ദിവസങ്ങളോളം ഷൂട്ട് ചെയ്യപ്പെടുന്ന പരിപാടിയാണ്. ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ലൈംഗിക പ്രക്രിയയാണ് ഏറ്റവും വലിയ സംഭവം എന്ന് വിശ്വസിക്കുന്ന ഭാര്യമാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നുമല്ല സത്യം. ചിലപ്പോൾ നിങ്ങളുടെ ലൈംഗിക പരിപാടി ചിലപ്പോൾ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിപാടി, പക്ഷേ ആ 10 മിനിറ്റ് നിങ്ങളുടേതായിട്ട് മാറണം. അതിൽ ഫോർപ്ലേ ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, പ്രണയമുണ്ടാവണം, സംസാരമുണ്ടാകണം. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയണം എന്ന് തോന്നി. കാരണം നമ്മളെ വിളിക്കുന്നവർ, നമ്മളെ കാണാൻ വരുന്നവർ പങ്കുവെക്കുന്ന ചില ആശങ്കകൾ കൂടിയാണ് എൻ്റെ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ കാര്യത്തിൽ ഞാൻ വലിയ പുലിയൊന്നുമല്ല, ഇതിനെക്കുറിച്ച് വലിയ അറിവുള്ള ആളൊന്നുമല്ല. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം എന്ന് തോന്നി. എന്തായാലും ഒരു നല്ല ലൈംഗിക ജീവിതം ഉണ്ടാവട്ടെ, നല്ല കുടുംബം ഉണ്ടാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും.